സുഖേട്ടാ ഇപ്പം ഇലക്ഷൻ സമയമാണ്. താരസംഘടനയിലെ അംഗമാണ്, നിർമ്മാതാക്കളുടെ സംഘടനയിലെ അംഗമാണ്. ഇലക്ഷൻ്റെ ചൂടിലാണ് ഇപ്പോൾ അല്ലേ? പല 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 രീതിക്ക് നമ്മൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളാണ് സമൂഹത്തിന് മുമ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഒരു ഇലക്ഷൻ ഇത്രമാത്രം ചർച്ച ചെയ്ത് എൻ്റെ ഇത്രത്തെ എക്സ്പീരിയൻസിലില്ല, സുഖേട്ടൻ്റെ എക്സ്പീരിയൻസിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഇലക്ഷൻസ് ഒന്നും ഇത്രയും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ട ഇത്തരം ചർച്ചകൾ സിനിമാ മേഖലയിൽ മൊത്തത്തിൽ ഒരു എന്താണ് ഒരു നാണക്കേട് എന്ന നിലയിലേക്ക് എനിക്ക് സ്വയം തോന്നിയിട്ടുണ്ട്. സുഖേട്ടൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് തോന്നുന്നത്? നമുക്ക് ഉള്ളിൽ നിൽക്കേണ്ട കാര്യങ്ങളായിരിക്കാം ചില കാര്യങ്ങൾ, ആണ് കുറേ കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ ഇന്നോവേറ്റബിൾ ആയിട്ടുള്ള സംഭവങ്ങളല്ലേ. കാരണം നമ്മൾ ജനറലി ഒരു പ്രൈവസി എന്നുള്ള പേഴ്സണൽ പ്രൈവസി പോയി അതിപ്പോൾ ഒരു ഗ്രൂപ്പ് അസോസിയേഷൻ ആയാൽ ആ പ്രൈവസിയും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം ഇപ്പോൾ എല്ലാവരും തുറന്ന പുസ്തകം പോലെ അവരുടെ ഡേ ടു ഡേ ലൈഫിലുള്ള എല്ലാ ഷോസും ഒക്കെ നമ്മൾ ഇതിലിടുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് മറച്ചു വെക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് കുറച്ച് വരുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു എവല്യൂഷൻ്റെ ഒരു ഭാഗമാണ്. പരിണാമം സംഭവിക്കും എന്തായാലും. ഈ നിർമ്മാതാക്കളുടെ സംഘടനയിലാണെങ്കിൽ തന്നെ പല രീതിക്കുള്ള വാക്ക് ഫൈറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുതുതലമുറയും പഴയ തലമുറയായിട്ടുള്ള എപ്പോഴും പഴയ ആളുകൾ തന്നെയാണ് സംഘടനയെ തലപ്പത്തിരിക്കുക, അങ്ങനെയൊക്കെ ഒരു ആരോപണം വരുന്നു. സംഘടനയെ നയിക്കാനുള്ളവർ തന്നെ നയിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നയിക്കാൻ അറിയാവുന്നവർ നയിക്കണം. ഒരാൾ വന്നിട്ട് പുതിയതായിട്ട് നയിക്കാൻ പറ്റും ചിലപ്പോൾ നടക്കില്ല, പഠിക്കണം. അത്തരം ഒരു രീതി എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ സിനിമയ്ക്ക് എപ്പോഴും ആക്റ്റീവായി നിൽക്കുന്നവർ തന്നെ അതിൻ്റെ സ്ഥാനത്തേക്ക് വരുന്നതായിരിക്കുമോ നല്ലത്? അത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. കാരണം മറ്റേ നിങ്ങൾ പറയുന്ന മറ്റേ അവസ്ഥയിൽ നമ്മൾ കാര്യങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് അത് നല്ലതാണോ എന്ന് നമുക്ക് പറയാൻ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ സിനിമാറ്റോഗ്രാഫേഴ്സ് യൂണിയൻ ഓഫ് മലയാളം ക്യുമാക് എന്ന് പറയുന്ന അതിൻ്റെ 8 വർഷമോ 9 വർഷത്തോളം ഞാൻ തന്നെയായിരുന്നു സെക്രട്ടറി കൺട്രീസ്. അപ്പോൾ അവിടെ ഞാൻ വോളണ്ടിയർ ചെയ്ത് സെക്രട്ടറി ആയിരിക്കുന്ന പല കാരണങ്ങളുണ്ട്. കാരണം ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന പല കാരണങ്ങളുണ്ട്. അവിടെ പുതിയ ആൾക്കാർ വരണം നമ്മൾ പറഞ്ഞാൽ തന്നെയും നമ്മൾ ഉദ്ദേശിക്കുന്ന എഫിഷ്യൻ്റ് ആയിട്ടുള്ള പുതിയ ആൾക്കാർ പലരും അത് വേണ്ടാന്ന് വയ്ക്കും, അതിന് തയ്യാറാവുന്നില്ല. അപ്പോൾ ആരെങ്കിലും ഇത് എന്തായാലും നയിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത് ആ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്ന മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, നാച്ചുറലി ഉണ്ടാവും, ഫ്ലോസ്. നമ്മളൊന്നും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല. അത് പക്ഷേ ഒരു പരിധി വിട്ട് ആൻറ്റി ഇൻകംബൻസിമാർ വന്ന് അതിനോട് എതിർപ്പും ഒക്കെ വളരെ മോശമായ രീതിയിൽ പ്രകടിപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് വരുന്നത്. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു അസോസിയേഷനോ യൂണിയനൊക്കെ കൊണ്ടുപോയി നടക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ റഫ്ലി ഇതായിട്ട് പറയില്ല, ഞാൻ കോട്ട് ചെയ്യുന്നത് ശരിയാണോ എന്ന് അറിയില്ല. പക്ഷെ ഇപ്പോൾ അമ്മ അസോസിയേഷൻ AMMA, മമ്മൂക്ക, ലാലേട്ടൻ ഒക്കെ തലപ്പത്തുണ്ടായിരുന്ന താങ്കൾ വരെ AMMA എന്നാണ് വിളിക്കുന്നത് ഇപ്പോൾ. അല്ല, അങ്ങനെ പറയാനല്ലേ അവർക്ക് താല്പര്യം. തിരിച്ച് എനിക്ക് താല്പര്യമൊന്നും, എനിക്ക് എങ്ങനെ വിളിച്ചാലും എനിക്ക് അമ്മ എന്ന് വിളിക്കുന്നത്. കാരണം ഇപ്പൊ നമ്മൾ വീട്ടിൽ അമ്മ സ്പെല്ല് ചെയ്യുന്ന AMMA എന്നാണ്, പക്ഷെ അമ്മ എന്നാ വിളിക്കുന്നത് ഞാൻ. അതുകൊണ്ട് എനിക്ക് അമ്മ എന്ന് വിളിച്ചുകൊണ്ട് കുഴപ്പമുണ്ടാകുന്ന തോന്നുന്നില്ല. അത് എനിക്ക് തോന്നുന്നു അവരും എല്ലാവരും തലപ്പത്തുണ്ടായിരുന്ന സിറ്റുവേഷൻ തന്നെയല്ലേ അത് മാറി വരുന്നത്. ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ പുറമേ നിന്ന് കാണുന്നവർക്ക് അത് വളരെ സിമ്പിളായിട്ട് എന്താ നിങ്ങൾക്കൊരു തീരുമാനം എടുത്താൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഗവൺമെന്റ്സ് ഒക്കെ എല്ലാവരെയും നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ അവരുടെ രീതിയിൽ അവർക്ക് ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഓരോ വ്യക്തിയല്ലല്ലോ മാനേജ് ചെയ്യുന്നത്, ഒരു വീട്ടിലുള്ള അതിന്റെ വ്യാപ്തി അനുസരിച്ച് ബുദ്ധിമുട്ടുകളും കൂടും, തീരുമാനം എടുക്കാനുള്ള പ്രശ്നങ്ങളും കൂടും. പിന്നെ ഓഫ്കോഴ്സ് അതിൽ കുറേ ഇത്രയും മണി ഇൻവോൾവ് ആകുമ്പോൾ അതിലും കൂടുതലാണ്. നമുക്ക് എളുപ്പമാണ് ഒരാളെ അക്യൂസ് ചെയ്യാൻ, അയാളെ മണി ഇത് ചെയ്യുന്നു, ഫ്രോഡ് ചെയ്യുന്നു എന്നൊക്കെ പറയാൻ എളുപ്പം. അത് പക്ഷെ പ്രൂഫില്ലാതെ ഒന്നും ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തിനും തെളിവ് കൊണ്ടുവന്ന് പക്ക പ്രൂവൺ ആണെങ്കിൽ നമുക്ക് അല്ലാതെ രണ്ട് സൈഡിനെയും കുറ്റപ്പെടുത്താനോ ഇത് ചെയ്യാൻ ഞാൻ തയ്യാറല്ല പേഴ്സണലി. അല്ല, ഇതേക്കുറിച്ച് ഇപ്പൊ പറഞ്ഞല്ലോ, രണ്ട് സൈഡിലും തെളിവുണ്ടെങ്കിൽ മാത്രം. കഥകൾ കേട്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ കഥകൾ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ചോദിച്ച അവസാനം ഒരു മെമ്മറി കാർഡ് ഷൂട്ട് ചെയ്ത കഥകൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഒരു കുറച്ച് നടിമാർ 12 പേര് ഇറങ്ങുന്ന നടിമാർ ഓൺലൈനിൽ വന്നിട്ട്, ഞാൻ റിപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. ഓൺലൈനിൽ വന്നിട്ട് അവർ കൂട്ടത്തിലിരുന്നിട്ട് നിങ്ങൾക്കുണ്ട്, അന്ന് മീറ്റുവിൻ്റെ കാലഘട്ടമായിരുന്നു, ദിലീപിൻ്റെ വിഷയമൊക്കെ ഉണ്ടാകും, നിങ്ങൾക്കുണ്ട അനുഭവം പറയാൻ പറയുന്നു. ആ നടിമാർ അവിടെ ഇരുന്ന് അവർക്കുണ്ട അനുഭവം പറയുന്നു. പിന്നീട് ഷൂട്ട് ചെയ്യപ്പെടുന്നു. ആ ഷൂട്ട് ചെയ്ത മെമ്മറി കാർഡ് കാണാതെ വരുമ്പോൾ അത് ശരിയായ നടപടിയാണ്. അത് ഷൂട്ട് ചെയ്ത ആരാണെങ്കിലും അത് സൂക്ഷിച്ച് വെക്കുകയല്ല ചെയ്യണം, അത് കമ്മിറ്റിയുടെ മുമ്പിൽ അവതരിപ്പിക്കണം. ഇങ്ങനെയാണെങ്കിലും പറയേണ്ട ഒരു ബാധ്യത അവർക്കുണ്ടോ? അങ്ങനെ ഷൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ
ഞാൻ ഷൂട്ട് ചെയ്തു തർക്കിച്ച് പറയും. മെമ്മറി കാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തി ആ ഗ്രൂപ്പിന്റെ ഹെഡോ ഒന്നും അല്ലല്ലോ, ഒഫീഷ്യൽ അല്ലല്ലോ. അല്ല, പിന്നെ എങ്ങനെ അവർ അക്യൂസ്ഡ് ആയി എന്നുള്ളതാണ് എനിക്ക് സർപ്രൈസ്. കാരണം ഒന്ന് ഇപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ, നിങ്ങൾ അവിടെ വന്നിരിക്കുന്നു, ആ ഷൂട്ട് ചെയ്ത മെമ്മറി കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് അത് എന്താണെന്ന് എനിക്ക് പിടിയിട്ടില്ല എപ്പോഴും. എങ്ങനെയാണ് അത് അവിടെ നിങ്ങളുടെ കയ്യിലെത്തുന്നത് അതിൻ്റേത്? അപ്പോൾ ആദ്യം റെസ്പോൺസിബിൾ ഞങ്ങൾ 4 പേരാണ്, ഞങ്ങളാണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ പക്ഷേ ഇതിലെ ഒരാൾ തന്നെയാണ് അക്യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഈ 4 പേരിൽ ഒരാൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് സാഹചര്യത്തിൽ കൊടുക്കേണ്ടി വന്നു എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ അതിനെ പറയാം. അത് തെളിയിക്കപ്പെടേണ്ടതാണെന്ന്. തെളിയിക്കപ്പെടണം. ഓക്കെ. അല്ലാതെ തെളിയിക്കപ്പെടാതെ അക്യൂസേഷൻസ് കൊണ്ട് എന്താ കാര്യം? അതൊരിക്കലും ഒരു അക്യൂസേഷനും അത് കാര്യമില്ല. കാരണം നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ അതും എപ്പോഴും ഈ ടൈമിങ് എന്നെ ബാധിക്കുന്ന ഒരു സംഭവം. ഒരു 2 വർഷം കഴിഞ്ഞിട്ടോ 5 വർഷം കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ വന്നിട്ട് അയാൾ എന്നോട് അന്ന് ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയുന്നത്, ഓക്കെ, സ്ത്രീകളിലെ പല കേസുകളിലും നമുക്ക് മനസ്സിലാക്കാം അവർ കടന്നു പോകുന്ന മാനസിക പ്രശ്നങ്ങളുടെ ഇഷ്യൂസ് കൊണ്ടൊക്കെ അത് പേഴ്സണൽ ഇഷ്യൂസാണ്. പക്ഷേ ഒരു അസോസിയേഷൻ്റെയോ ഒരു സംഘടനയുടെയോ ഇഷ്യൂസിൽ അങ്ങനെ വരുതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ സെക്രട്ടറി ആയിരുന്ന കാലം ഞാൻ ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു സംഭവം 10 വർഷം കഴിഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് ഇയാൾ അന്ന് ഇങ്ങനെ ചെയ്യുന്നു, ഞാൻ രണ്ടാമത് മത്സരിക്കുമ്പോൾ ചെയ്യുന്നത് അത് ശരിയായ ഏർപ്പാടല്ല എന്നാണ് എൻ്റെ വിശ്വാസം. മത്സരിക്കുമ്പോൾ പറയുന്നതുകൊണ്ട് ശരിയായ ഏർപ്പാടല്ല. ആ സമയത്ത് മാത്രം ഒരു തെറ്റ് നമ്മൾ ഏത് സമയത്താണെങ്കിലും ചൂണ്ടിക്കാണിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ചൂണ്ടിക്കാണിക്കാൻ ഒരു അവസരം ഇല്ലെങ്കിലോ അതെന്തുകൊണ്ടാണ് അവസരം വരാതിരുന്നത്? അവിടെയും ചോദ്യം ചെയ്യണമല്ലോ. അതാണ് ചോദ്യം. അല്ലേ? അവിടെയും ചോദ്യം ചെയ്യണം. ആ സമയം ഈ കാര്യങ്ങളെല്ലാം ചോദ്യം തെളിയിക്കപ്പെടണമെന്നുള്ള ആഗ്രഹമുണ്ടല്ലോ. അതാണ് സുഗറിനെ പോലെ ഒരു സീനിയർ ആണല്ലോ, അത് തെളിയിക്കപ്പെടണം. ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടണം. ഈ പറഞ്ഞ പോലെ ആ വ്യക്തി അന്ന് എക്സിക്യൂട്ടീവ് മെമ്പർ പോലും ഇല്ലാത്ത വ്യക്തി അവിടെ എങ്ങനെ വന്നു തെളിയിക്കപ്പെടണം. അതിന്റെ പിന്നിൽ ആരാണ് തെളിയിക്കപ്പെടണം. ഇത് അവസാനിക്കണം. ആദ്യം എന്തിനാണ് അങ്ങനെ ഒരു ഷൂട്ട് ചെയ്തത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്ത ഒരു സാധനം. അത് എന്തിനാണ് വീഡിയോയിൽ അത് റെക്കോർഡ് ചെയ്തത് എന്നുള്ള സാധനം, ഇത്രയും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റർ, അത് ആരെങ്കിലും നിർബന്ധം കൊണ്ടാണോ അതൊന്നും നമുക്കറിയില്ല. ഇത് കുറേ ചോദ്യങ്ങൾ നമ്മൾ സ്വയം ചോദിക്കേണ്ടത്. അപ്പോൾ വരുമ്പോൾ നമുക്ക് ഉള്ള ഒരു കൺഫ്യൂഷനാണ് അതിന്റെ മെയിൻ. ആ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കട്ടെ, കേസ് ഡയറി അന്വേഷിച്ചുകൊണ്ടേയിരിക്കട്ടെ. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.